வணக்கம், எப்படி இருக்கீங்களா? சௌக்கியமா? വെൽക്കം ടു എ ഡേ വിത്ത് എ സ്റ്റാർ. ഇന്ന് നമ്മുടെ യാത്ര വന്ന് എത്തി നിൽക്കുന്നത് പടർന്നു കിടക്കുന്ന മലനിരകളും പച്ചപ്പും ഒക്കെയുള്ള മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ദാറ്റ് ഈസ് തെങ്കാശി. എന്താണ് നമ്മൾ ഇന്ന് ഇവിടെ എന്നല്ലേ? യെസ്, ഇന്നൊരു ഠമാർ പടാർ എപ്പിസോഡാണ് എല്ലാവരും കാണാൻ പോകുന്നത്. വ്യത്യസ്തരാം ഒരു സ്റ്റാറിന്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ. സമയം 7 മണി. അപ്പോൾ നമ്മൾ ശശി ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശശി ചേട്ടൻ ഓൺ ദ വേ ലിഫ്റ്റിലാണെന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. മോർണിംഗ് ശശി ചേട്ടാ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ശശിയേട്ടൻ്റെ കൂടെ കൂടിയേക്കാണ്. അപ്പോൾ എങ്ങോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്? നല്ല ടൈറ്റ് സ്കെഡ്യൂളുള്ളൊരു ദിവസമാണ് ശശിയേട്ടൻ. അപ്പോൾ ഏതായാലും നമ്മൾ ശശിയേട്ടൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാണ്. അതർവൈസ് ചിലപ്പോൾ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അല്ലേ? ശശിയേട്ടാ, വേറെ ഒരു നേരവും നമുക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കേണ്ട ശശിയേട്ടൻ, കാരണം ബിസിയാണ്. അപ്പം ഇപ്പൊ കിട്ടിയ അവസരം ഞാൻ ശരിക്കും മുതലാക്കാണ്. ഈ എല്ലാവർക്കും അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പേര് ശശിധരൻ എന്നല്ലേ? പക്ഷെ ഈ മാഫിയ ശശി എങ്ങനെ പേര് വന്നു? ഒരു പടം ചെയ്തിട്ടുള്ളൂ ഹിന്ദിയിൽ? ധർമ്മേന്ദ്ര സാർ ഇട്ടുകൊടുത്ത പേരാണ്. അപ്പൊ അതങ്ങോട്ട് സ്വീകരിച്ച് പിന്നെ വേൾഡ് ഫേമസ് ആയിരിക്കുന്നത് മാഫിയ ശശി എന്നാണ്. ഒരു ആക്ടറാണ്, ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആണ്, സ്റ്റണ്ട് കോർഡിനേറ്റർ ആണ്, സ്റ്റണ്ട് ഡയറക്ടർ വരെ. എങ്ങനെയാണ് ഈ ഒരു ജേർണി ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? അതെ, നമ്മൾ എല്ലാ സ്ക്രീനിലും പണ്ടത്തെ സീനിൽ എടുത്ത് നോക്കിയ മോഹൻലാലിന്റെ കിഡി കൊണ്ട് വീഴുന്ന കുറെ പൂച്ച സന്യാസി എന്ന് പറഞ്ഞ പടം. പൂച്ച സന്യാസി അത് 1993 ഗൂഗിൾ അമ്മാവന് തെറ്റിപ്പോയി. അപ്പോൾ അന്നേരം അഭിനയിക്കാൻ വന്നത് ഹരിഹര സാറ് ഫസ്റ്റ് ചാൻസ് തന്നു. അതിലൊരു കോളേജ് സ്റ്റുഡൻ്റായി ഒരു കോമഡി സീനാണ്. അന്നുണ്ടോ ഈ ജിം ബോഡിയൊക്കെ? അന്നെല്ലാം ജിമ്മിൽ പോയി നല്ല ഇതായിരുന്നു. അന്ന് ഞാൻ സ്കൂൾ ലൈഫ് കഴിഞ്ഞോണ്ട് എമ്മയുടെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് പടം തമിഴിൽ റാണവീർ എന്ന് പറഞ്ഞിട്ട് റാണവീർ SP മുത്തുരാൻ ഡയറക്ട് ചെയ്ത് രജനീകാന്തിൻ്റെ പടം. അപ്പം ചിരഞ്ജീവിൻ്റെ ആദ്യത്തെ ഒരു എൻട്രി ആയിരുന്നു തെലുങ്കിലെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ ഒരു 5 പേര് ഒരു തീവ്രവാദികളായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാം വില്ലനായിട്ടുള്ള സംഭവം കിട്ടുന്നു. പിന്നെ വില്ലൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ പേര് ശശിയേട്ടൻ. വലിയ ഗുരു എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിലെ വലിയൊരു മാഷാണ് തേര മാഷ. അവരുടെ കൂടെയായിരുന്നു ഞാൻ മെയിൻ കുറേ കൊല്ലം ഉണ്ടായത്. അവിടെ നിന്നാണ് അങ്ങനെ മാഷായിട്ട്. ഇവിടെ ഇപ്പം ജയറാമേട്ടൻ്റെ ജയറാമട്ടുണ്ട്, തമിഴിലെ സമ്പത്ത് വില്ലനായിട്ട്, പിന്നെ രമ്യാകൃഷ്ണനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റിന്റെ ഗേറ്റ് കടന്നിരിക്കുകയാണ്. അപ്പോൾ സമയം 7:15. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തെങ്കാശിയുടെ ഒരു റൂറൽ ഏരിയയിലാണ്. ഒരു ഹൊറർ സിനിമയുടെ ഫൈറ്റ് സീക്വൻസിനുള്ള ഫുൾ സെറ്റപ്പിലാണ് എല്ലാവരും, അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ജയറാമേട്ടൻ വന്നിട്ടുണ്ട് സെറ്റിലേക്ക്. അപ്പോൾ ഇനി അടുത്തത് നല്ല ഫൈറ്റ് സീക്വൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഏതാണ്ടൊക്കെ അടുത്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരും അടിച്ചു പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഫൈറ്റ് സീക്വൻസ് കാണാൻ വേണ്ടി എല്ലാവരും ലെറ്റ്സ് സെറ്റ് ഗോ. ഇപ്പോൾ ഏകദേശം സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. 7:30 കഴിഞ്ഞൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര പ്രിപ്പറേഷൻ. ഈ ഒരു ഏരിയയിലാണ് ഫൈറ്റ് നടക്കാൻ പോണേന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെയാണ് ഇപ്പോൾ ക്രെയിൻ കാണുന്നുണ്ട്, പിന്നെ കുറേ കാറും ജീപ്പും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം, എന്താണ് ഫൈറ്റ് സീക്വൻസ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും മാസ്റ്ററോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് എന്നുള്ളത്. അപ്പം മാസ്റ്ററുടെ അസിസ്റ്റൻസും എല്ലാവരും ഭയങ്കര പ്ലാനിങ് ആണ്. പൂജ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഫൈറ്റ് സീക്വൻസ് ഇവിടെ തുടങ്ങും.
ആദ്യം സംഭവിക്കും? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എന്താ സംഭവിക്കാൻ പോകും? തുടങ്ങിയാൽ കാണാം എന്താന്നുള്ളത്. എല്ലാം നമ്മളിപ്പോൾ കമ്പേഴ്സ് ചെയ്തെല്ലാം ക്രെയിനൊക്കെ ഇത് ആളെ പൊക്കാൻ റോപ്പിന്റെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതാണ് വെയിറ്റ് താങ്ങുന്ന സാധനം. അല്ലെങ്കിൽ മരത്തിൽ കെട്ടണം. ഇതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആണ്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിൽ എന്താ പറയാ ഹീറോസ് ആയിട്ട് എല്ലാവരും വരുന്നത്. അപ്പം ചേസിങ്ങിന്റെ ഒക്കെ ഉണ്ടോ? ചേസ് ഒന്നുമില്ല. അത് സീനിൽ വന്നിട്ട് ആദ്യം 2 പേര് ജീപ്പിൽ വന്നു, വില്ലൻ ഇറങ്ങി, കുട്ടീനെ, അവിടെ ഒരു കുട്ടിയുണ്ട്, ആ ഒരു കുട്ടീനെ എടുത്തിട്ട് വരുമ്പോൾ ജയറാമേട്ടൻ്റെ എൻട്രി, അങ്ങനെ ഫൈറ്റ് ആകും. ഇവിടെയാണ് മൊത്തം സീക്വൻസ്, ഉള്ളിലേക്ക് ഒന്നുമില്ല. ഇവിടെയാണ് മൊത്തം ഫൈറ്റ് സീക്വൻസ് നടക്കുന്നത്. അപ്പം ആളെയൊക്കെ പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട ക്രെയിൻ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ജയറാമേട്ടൻ വന്നാൽ തുടങ്ങും. ജയറാമേട്ടൻ ഇപ്പം പോയി രണ്ട് യൂണിറ്റാ, വേറെ സ്ഥലത്ത് സീൻ നടക്കുന്നുണ്ട്. അവരിപ്പം വരും, ഒരു 2 മണിക്കൂറുണ്ട് അവർ വരും. അതിലൊക്കെ ഞാനിവിടെ എടുത്തോണ്ട് അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇപ്പം തുടങ്ങും. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്, അതിനുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഏതായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഫൈറ്റിന് വേണ്ടിയുള്ള ദിവസമാണ് ഇന്നത്തെ. ഷൂട്ടിംഗ് ഷെഡ്യൂൾ മൊത്തം ഫൈറ്റാണ്, ജയറാമേട്ടൻ്റെ ഫൈറ്റാണ്. ഇതാണ് ശശിയേട്ടൻ്റെ അസിസ്റ്റൻസ്. ജയറാമേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള കോമ്പിനേഷൻ. മകളെ തട്ടിക്കൊണ്ടുപോകാൻ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു ഇപ്പൊ ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യാൻ പോണതല്ലേ. ഇതിന്റെ പകുതി ഇന്നലെ കഴിഞ്ഞു. ബാലൻസ് ഇന്നത്തോടെ തീരാണ്. ഓക്കെ. അപ്പം എല്ലാവരും അത് കാരണം ഭയങ്കര സമയം കൈ പിടിച്ച് എല്ലാ പ്രിപ്പറേഷൻസും വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവിടെ ഫോട്ടോ സെഷൻ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ഫോട്ടോ കിട്ടിയാലോ? അതെ, എ ഡേ വിത്ത് മാഫിയ ശശി. ആക്ച്വലി എ ഡേ വിത്ത് സ്റ്റാറിനാണ്. അപ്പം മാസ്റ്ററുടെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ പേരിനെ സ്ലൈറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്തു. ഭാഗ്യമുണ്ടെങ്കിൽ എ ഡേ വിത്ത് ജയറാമേട്ടൻ ഭാഗ്യം. സമയം 8:10 ജയറാമേട്ടൻ്റെ സീക്വൻസ് ആണ് അടുത്തത്, ഫൈറ്റ് സീക്വൻസ് ആണ് അടുത്തത് എടുക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള ട്രയൽസ് ആണ്. ഇപ്പോൾ മാസ്റ്ററുടെ അസിസ്റ്റൻസ് എല്ലാവരും കൂടിയും പൊസിഷനും എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ജയറാമേട്ടൻ ക്രൂയുടെ കൂടെ നിന്ന് ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഫൈറ്റ് സീക്വൻസ് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ആൻഡ് ഹിയർ വി ഗോ. പേടിച്ചുപോയി ഞാൻ. ശരിക്കും അത് ഒറിജിനലി വീണതാന്ന് തന്നെ വിചാരിച്ചു. ഈ സാധനം തകർത്ത മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. എவ்வளோ இருக்கு എക്സ്പീരിയൻസ്, വീഴ്ചയുടെ എക്സ്പീരിയൻസ്? அது எங்களுடைய ப்ரொஃபஷனலே அதுதானே. எங்கள் மாஸ்டர் என்ன சொல்கிறாரோ நாங்கள் அதை செய்வோம். மாஸ்டருடைய ஐடியா, மாஸ்டருடைய ஆர்டர். இந்த ഡ്യൂപ്പായിട്ട് എவ்வளோ നല്ല അല്ല ഡൂപ്പ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സാറ്, ജയറാം സാറിന് ഈ ഹൈറ്റ് ആയിട്ടുള്ളവർക്ക് ഡൂപ്പ് ഇടാൻ ഇയാളെ ഉള്ളൂ. ഓ ഗ്രേറ്റ്. സൂപ്പർ സ്റ്റാർ ആണ്. ഈ കളറിൽ കിട്ടുന്നത് നമുക്ക് ഡൂപ്പിനെ കിട്ടാൻ കഷ്ടമാണ്. മമ്മൂട്ടി സാറായാലും ജയറാം സാറായാലും ഡൂപ്പിന് സ്ഥിരം പേര് രമേശ്. എവിടുന്നാ? ചെന്നൈന്ന് രമേശ് ചേട്ടൻ. നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാവർക്കും അത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്യൂപ്പ് ഇടുന്ന വ്യക്തിയാണ്. അപ്പം മാസ്റ്ററോട് ഞാൻ തമിഴ് എന്തൊരു അവസ്ഥയാന്ന് നോക്കണേ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇതിൽ തന്നെ ഓക്കെ ആയി അല്ലെ? വളരെ അപൂർവം. ഇതിൽ പക്ഷെ ബെൽറ്റ് ഒന്നും എക്സ്പീരിയൻസ് ഇരിക്കില്ല. அந்த எக்ஸ்பீரியன்ஸ்ல ஐடியா வரும் നമുക്ക്. അതിന്റെ സേഫ്റ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മണ്ണെല്ലിട്ട് അവിടെ മണ്ണിട്ട് ഇവർക്ക് ബോഡിയിൽ പാഡ് ഉണ്ടാവും. പാഡ് നമുക്ക് എന്നാ കൂടി ചെറിയ വേദന ഉണ്ടാവും. എന്നാൽ ഇത് നമുക്ക് ഒരു പഴക്കം ഇപ്പൊ പൊട്ടുമ്പോ പറയില്ലേ, നമുക്ക് ഗ്രൗണ്ടില് ബോഡി ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടാവും. അത് നമ്മളൊക്കെ കാണിക്കൂല. പെയിൻ ഉണ്ടെങ്കിലും കൂടി അങ്ങനെ പറയില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അതെ, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഇന്ന് സെറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം.
ടേബിൾ ഫുൾ സെറ്റിൽ വിഭവസമൃദ്ധമായ ഫുഡുകളാണ്. മാസ്റ്റർ ഒരുപാട് ട്രാവലിംഗ് അല്ലേ ഫുൾ? ഇപ്പം ഒരു സമയത്ത് തന്നെ 2-3 ഫിലിമിലൊക്കെ എങ്ങനെയാണ് സെറ്റിലെ ഫുഡിങ്ങും കാര്യങ്ങളും? 90% സെറ്റിൽ തന്നെയാണ്. എങ്ങനെ വീട്ടിലേക്കൊക്കെ? വീട്ടിൽ പോയാൽ കുറച്ച് നല്ല ഫുഡ് കഴിക്കാം. എവിടെയാണ് ഏറ്റവും പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? അവിടുത്തെ ഫുഡ് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ നാട്ടിലും പോയിട്ടുണ്ട്. കേരളത്തിലെ ഫുഡ് തന്നെ നല്ലത്. എല്ലാം കേരളത്തിലെ ഫുഡാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫൈറ്റിന്റെ ബാലൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അവിടെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെഡൊക്കെ ഇട്ട് അതിന്റെ ഫുൾ മണ്ണൊക്കെ ഇട്ട് ആ സെറ്റ് ഫുൾ ചെയ്തെടുക്കണം. അപ്പം അത് നമ്മൾ കഴിക്കണേൻ്റെ ആ ഒരു ബ്രേക്കിൽ അവരെപ്പോഴും കഷ്ടപ്പെട്ട് പണിയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ശരിക്കും ഓരോ സെക്കൻഡിനും വിലയുള്ള ഒരു ഫീൽഡാണ് സിനിമ. പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസ്, കൊറിയോഗ്രാഫി ഇതെല്ലാം നടക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട, എന്താ പറയുക, നമുക്ക് ഒരു സെക്കൻഡ് പോലും കളയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ജയറാമേട്ടൻ്റെ സീക്വൻസ് നടക്കാൻ പോവാണ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇപ്പോൾ സമയം 8:45. ഇപ്പം ജയറാമേട്ടനെ നിർത്തിക്കൊണ്ട് ആദ്യത്തെ ട്രയൽ റൗണ്ട് കഴിഞ്ഞു. ആദ്യത്തെ ഒരു സീക്വൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഞാനൊന്ന് ഞെട്ടി, ജയറാമേട്ടൻ്റെ ഇടിയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ അതേ അടുത്ത സെറ്റ് എത്തിയിട്ടുണ്ട്, ക്രെയിൻ. അപ്പം ഇനി എന്താണ് എന്നുള്ളത് നേരത്തെ മാസ്റ്റർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആർട്ടിസ്റ്റിനെ എടുത്ത് പൊക്കാനൊക്കെയാണ് ക്രെയിൻ. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സീക്വൻസ് കൂടിയും കാണാം. നമുക്കൊക്കെ ഒരു ഭയങ്കര സങ്കടം വരുന്നൊരു സീക്വൻസ് ഉണ്ടാവും എല്ലാ സിനിമയിലും. നായകന്മാർ ഇടി കൊണ്ട് വീഴുമ്പോൾ അയ്യോ അവർക്ക് വേദനിക്കില്ലേ? പക്ഷെ വേദനിക്കില്ല, കാരണം അതിനുള്ള എക്യുപ്മെൻ്റ് ആണ് ഈ താഴെ കിടക്കുന്നത്. ബെഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്കാണ് ഇവരെ അടിച്ച് വീഴ്ത്തുന്നത്. ഫുൾ സെറ്റപ്പാണ്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നാമ്പുറ കാഴ്ചകളാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇന്നൊരു ദിവസം മൊത്തം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഓരോന്നിലേക്കുള്ള കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ബെഡൊക്കെ ഇട്ട് ഇതിപ്പോ എന്താ ഇനി ചെയ്യാൻ പോണേ? റോപ്പിലൊരു ഷോട്ട്. ആൾക്കാർ വീഴുമ്പോൾ നമ്മൾ തറയിൽ വീഴാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തറമാരി നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ മേലെ മണ്ണും ഇതെല്ലാം ഇട്ട തറമാരിയാണ്. കണ്ടാൽ അതിന്റെ അടിയിൽ ബെഡാണ് എന്നുള്ള സീക്രട്ട് അല്ലേ? അല്ലെങ്കിൽ ആരും അങ്ങനെ വീഴൂലല്ലോ. അതെ, വേദനിക്കില്ല എല്ലാവർക്കും. ഇതാകെ കുറച്ച് വേദനിക്കും, സപ്പോർട്ട്. ഈ ബെഡൊക്കെ ഇട്ട് ഇതിന്റെ മുകളിൽ ഫുൾ സെറ്റ് മണ്ണും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മുകളിലാണ് അടി നടക്കുന്നത്. അടി നമ്മൾ താഴെ വീഴുന്ന മാത്രം അങ്ങനെ. ക്രെയിൻ ഇവരെ പൊക്കാൻ വേണ്ടിയിട്ടാണ്, ഫൈറ്റിന് വേണ്ടി തന്നെ ഒരുപാട് ക്രെയിനുണ്ട്. പിന്നെ കമ്പസ്റ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമുക്ക് ഒരാൾ അടിച്ചു കഴിഞ്ഞാല് പവർ അറിയും. അതാണോ ഈ നായകന്മാരൊക്കെ വീഴുമ്പോ ഇങ്ങനെ ഇലയൊക്കെ പറക്കാൻ യൂസ് ചെയ്യുന്ന സാധനം? ഫേസ് അടിക്കുമ്പോ ബോഡിയിൽ അടിക്കുമ്പോ ചെറിയൊരു പൗഡർ. ഡ്യൂപ്പില്ലാണ്ട് ജയറാമേട്ടൻ ആ ഒരു ഫൈറ്റ് സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രെയിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ തിയേറ്ററിൽ പോയിട്ട് ആർപ്പ് വിളിച്ച് ഭയങ്കര ത്രിൽഡായിട്ട് ഇവരുടെ ഇങ്ങനത്തെ ആക്ഷൻസൊക്കെ കാണുമ്പോൾ ത്രില്ലടിച്ചിരിക്കുമെങ്കിലും എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം പെയിൻ എടുത്തിട്ടാണ് അവർ ഓരോ സീക്വൻസും, എൻറ്റയർ ക്രൂവിൻ്റെ കഷ്ടപ്പാടാണ് ഓരോ സീനിൻ്റെയും ബാക്കിലെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു സീൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളെ ഫൈറ്റേഴ്സിനെ പരിചയപ്പെടുത്താം. ഇത് അനിൽ, ഫൈറ്റർ അനിൽ. നമ്മളെ മെയിൻ അസിസ്റ്റന്റ് ആണ് അനിൽ. എവിടെ പോയാലും മാസ്റ്ററുടെ കൂടെ അനിൽ ചേട്ടൻ കാണാം. പിന്നെ ചേട്ടന്റെ പേര് മണികണ്ഠൻ. ശേഖർ. വാങ്ങോ. ഇത് സുന്ദരപാണ്ടി, ഫൈറ്റർ സുന്ദരപാണ്ടി. ശേഖർ. പ്രദീപ് ചേട്ടൻ. സൈമൺ. ഇത് വീരപ്പണ്ണ.
ഇങ്ങോട്ട് വാ വീരപ്പൻ. ബെൽറ്റ് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ചേട്ടൻ ഇതാണ് വീരപ്പനാണ് മെയിൻ. നമുക്ക് റോപ്പെല്ലാം വീരപ്പൻ റോപ്പെല്ലാം കെട്ടിത്തരുന്ന ഇവരാണ്. റോപ്പ് കൺട്രോളർ കൺട്രോൾ ഫുള്ളി ഇവരാണ്. ഇത് സൈമൺ ചേട്ടൻ ഉള്ളിലെ വലിയ ആളാണ്. അതെ, മാസ്റ്റർ കടത്തി വിട്ടു. Ready? Start cameras. Action! Yeah! Mamuka! Super! Action! Okay. Action! Move! Action! Now! Mamuka! ശശിയെപ്പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ പുറകിലേക്ക് പോകണം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കൗമുദി ചാനലിൻ്റെ ഒരു എപ്പിസോഡ് പോരാ. ശശിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതിന് മാത്രം വേണ്ടി വരും ഒരു മാസത്തിന് മുകളിലായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ. എന്തായാലും ശരിക്കും ശശിയെക്കുറിച്ച് പറയേണ്ടത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസറുമാണ്. കാരണം പ്രൊഡ്യൂസറിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ശശി മാത്രമാണ്. അതേപോലെ ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10-28 വർഷത്തിൽ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു മാസ്റ്ററായിരുന്നു ത്യാഗരാജൻ മാസ്റ്റർ. കാരണം അത് പ്രേം നസീറിൻ്റെ കാലം തൊട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. കാരണം നസീർ സാർ ഒരു ദിവസം 4-5 ലൊക്കേഷനുകളിലാണ് അഭിനയിക്കുന്നത്. ഒന്ന് ശശികുമാറിൻ്റെ സിനിമയായിരിക്കും, ഒന്ന് AB രാജിൻ്റെ സിനിമയായിരിക്കും, ഒന്ന് ഇപ്പുറത്ത് വേറെ സിനിമയായിരിക്കും. അപ്പോൾ രാവിലെ 10 മണി ഒരു സ്ഥലത്ത്, 10 മണി കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ഫൈറ്റിന് വേണ്ടി പോകുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ത്യാഗരാജൻ മാസ്റ്റർ ചോദിക്കും എത്ര നേരം ഉണ്ട് നസീർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് ഏകദേശം 2 മണിക്കൂറാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ 2 മണിക്കൂറിൽ എത്രത്തോളം വലിയ ഫൈറ്റാണോ അത് മുഴുവൻ കറക്റ്റായിട്ട് തീർത്ത് വിടും. അതിനുശേഷം മലയാള സിനിമ കണ്ട അതേപോലത്തെ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ശശിയാണ്. ഞാൻ ശശി എടുത്ത് നേരത്തെ പറഞ്ഞു, ശശി വരുമ്പോഴേ ശശി ചോദിക്കും ചേട്ടാ ഒരു ദിവസം ഉണ്ടോ? ഇല്ല ശശി, ഹാഫ് ഡേ ഉള്ളൂ. ആ ഹാഫ് ഡേയിൽ ആ ഫൈറ്റ് എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയാക്കി തരുന്ന മറ്റൊരു മാസ്റ്റർ. മാസ്റ്റർ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പം മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും എല്ലാവരും. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈൽസ് ഉണ്ടല്ലോ. ഇപ്പം മമ്മൂക്കയുടെ കൂടെ എങ്ങനെയാണ് ഫൈറ്റിംഗ് ആ ഒരു സ്റ്റൈൽ? മമ്മൂക്കയുടെ സ്റ്റൈൽ എന്താണ് ഫൈറ്റിംഗ്? മമ്മൂക്കേൻ്റെ ഒരു സ്റ്റൈലുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ റോപ്പിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആവല്ലേ? റോപ്പ് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഷോട്ടും എടുത്തിട്ട് റോപ്പ് കഴിക്കുന്നത്. അങ്ങനെ റോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. മമ്മൂക്കൻ്റെ ഫൈറ്റ് നല്ല പവറുള്ള ഫൈറ്റ് തന്നെയാണ്. നമ്മൾ ഇത്ര കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു ആർട്ടിസ്റ്റ് ഒരു 3-4 പടം കഴിയുമ്പോൾ തന്നെ അവർ വലിയ ഫൈറ്റിൻ്റെ നാക്കറിയും. ഇതൊരു നാക്കാണ്. കറക്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നാൽ കാണുമ്പോൾ തോന്നാൻ വേണം ഇടി കൊണ്ടുപോകുന്നത്. അതെ, അവരൊരു ടൈമിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ഫിലിംസ് ഒക്കെ കഴിയുമ്പോഴേക്കും. ഇപ്പം ലാലേട്ടൻ്റെ എങ്ങനെയാണ് സ്റ്റൈൽ? ലാലേട്ടൻ്റെ സ്റ്റൈൽ വേറെ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ കൂടെ തന്നെ നിന്ന് എല്ലാം പറഞ്ഞു തന്ന് ചെയ്യും ആൾ. ലാലേട്ടൻ്റെ കൂടെ അറിയാത്തൊരു ഫൈറ്റിൽ ഒരു പുതിയ ആൾ വന്നാലും അയാളെ കൊണ്ട് ലാലേട്ടൻ അറിയാത്തവർ വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കും. അപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അയാളെ ഒരു ഇതിൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ നാക്കിൽ കൊണ്ടുപോകും. മറ്റുള്ളവരൊക്കെ അങ്ങ് ഒരു ടെൻഷൻ ഉണ്ടാവും, വേറെ പുതിയ ആൾ നമുക്ക് അടി കൊണ്ടുപോകുള്ളൂ എന്നുള്ള പുതിയതായിട്ടൊരു വില്ലൻ വരുന്നത്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ മറ്റുള്ള ഹീറോകൾക്ക് ഒരു പേടിയുണ്ടാവും. ഇതാകെ ലാലേട്ടനാകെ അവരെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു നാക്കിന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കിരീടത്തിലെല്ലാം കിരിക്കാടൻ ജോസെല്ലാം വരുമ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഇതിലാണ് കിരിക്കാടൻ്റെ ജോസിൻ്റെ ഫസ്റ്റ് മൂവി. അപ്പം കൂടി അറിയാത്ത ആളെ അത് കൊണ്ടുവന്ന ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയി. അത് ലാലേട്ടൻ്റെ ഒരു കഴിവാണ്. ലാലേട്ടൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തിയേറ്ററിനൊക്കെ ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിലേക്ക് വരാൻ ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒക്കെ എങ്ങനെയാണ്? പൃഥ്വിരാജ് നല്ലോണം ചെയ്യുന്നു. ഇപ്പോൾ നല്ല ഫൈറ്റ്, ഒരു പവർ ഉണ്ട് പൃഥ്വിരാജ് ചെയ്യുമ്പോൾ. ഒരു പവർ ഉണ്ട്. ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു അടിച്ചാൽ ഒരു അടി കൊണ്ട ഒരു ഉണ്ട്. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ കോമഡി ലൈനിൽ ദിലീപേട്ടൻ കൊണ്ടുപോകും. ഇടയ്ക്ക് നമ്മൾ എന്ത് സീരിയസ് വന്നാലും ഇടയ്ക്ക് ഒരു കോമഡി വന്ന് ക്ലാപ്സ് വാങ്ങിച്ചിട്ട് ദിലീപേട്ടൻ പോകും. അത് ദിലീപേട്ടൻ്റെ ഒരു കാര്യം. ഞങ്ങൾ തന്നെ മേരിക്കുണ്ട് കുഞ്ഞാടിൽ മറ്റേ ബിജു മേനൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഫൈറ്റിന് അത്രയും നല്ലൊരു ഇതായിരുന്നു. ഫൈറ്റിൽ നല്ലോണം ചെയ്ത ബിജു മേനൻ ഒരു ഫൈറ്റായിരുന്നു ആ പടം. അതിലൊരു 2-3 കോമഡി സീൻ കിട്ടും. ഈ ഫൈറ്റ് ജനങ്ങൾ മറന്നു. ദിലീപേട്ടൻ ചെയ്ത കോമഡിക്ക് ക്ലാപ്സും വാങ്ങിച്ച് ദിലീപേട്ടൻ പോയി. അതാ ദിലീപേട്ടൻ്റെ കഴിവ്. ഇപ്പൊ ഹീറോസിനെയൊക്കെ ട്രെയിൻ റെഡിയാവുന്നതിന്റെ ഒച്ചപ്പാടാണ്.
എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മുടെ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ സ്ഥിരം കാണുന്ന ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ജീപ്പ്. അത് പല കളറിലായിരിക്കും പല സിനിമയിലും നമ്മൾ കാണാം. അപ്പോൾ ഏതായാലും അവിടെ നല്ല ഗംഭീരമായ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഞാൻ ഭയങ്കര ടയേർഡായി. മാസ്റ്ററുടെ അസിസ്റ്റൻസ് ആണ്. ഈ കാണുന്ന സൈസൊക്കെ ഉള്ളൂ, പഞ്ചപാവങ്ങളാണ്. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ നടുവിൽ കയറി ഇരിക്കണത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്നാ? മണികണ്ഠൻ. മണികണ്ഠൻ. ഞാൻ പേര് സുന്ദരപാണ്ഡ്യൻ. സുന്ദരപാണ്ഡ്യൻ. നല്ല സുന്ദരമാണ് ചേട്ടൻ. സൈമൺ പീറ്റർ. സൈമൺ പീറ്റർ. അതൊരു ഗുണ്ട പേര് പോലെ തന്നെ ഇരിക്കണം. ഗുണ്ട്. മനസ്സല്ല പഞ്ചപാവം തന്നെ. உடம்பு எனக்கு கொஞ்சம் கொஞ்சம் தான் தமிழ் தெரியும், அட்ஜஸ்ட் பண்ணுங்க. எவ்வளோ நாள் ஆச்சு மாஸ்டரோட பக்கத்தில்? 4 years. 4 years ஆச்சு. எவ்வளோ ஃபிலிம் பண்ணியிருக்கேன்? ஒரு 60 இருக்கும். 60 60. நான் 4 years ஆகுது. நான் ஒரு 40. நான் ஒரு 13 years ஆகுது எனக்கு. 13. 13. The senior most. எவ்வளோ ஃபிலிம் பண்ணியிருக்கேன்? இது வரைக்கும் கணக்கு பண்ணல, இருக்கும் ஒரு 100க்கு மேலே போயிருக்கும். 100+ போயிருக்கும். வாவ். எவ்வளோ இருக்கு எக்ஸ்பீரியன்ஸ் மாஸ்டரோட பண்ணுறது? மாஸ்டரோட பண்ணுறதுக்கு எக்ஸ்பீரியன்ஸ்னா ரிக் ஷாட் வைப்பார், அதுக்கு அதே மாதிரி சேஃப்டியும் கொடுப்பாரு. மோஸ்ட்லி சசின் சேட்டா படம் தான் நான் பண்ணுவேன், மேக்ஸிமம் பண்ணுறது. அவர் ரெகுலராக பண்ணிகிட்ருக்கோம். ഇത് നമ്മൾ ഓരോരുത്തരെ തലക്കല്ലടിച്ച് പൊട്ടിക്കുന്ന ഒരു കുപ്പിയത്. ഇത് വന്ന് ഇവിടെ നിന്ന് കിട്ടൂല. ഇത് ഞങ്ങൾ ഫോറിൻ മലേഷ്യയിൽ നിന്നെല്ലാം വരുത്തിക്കുന്ന സാധനം. ഇത് അത്രയും കാസ്റ്റ്ലി സാധനം, ഭയങ്കര കാസ്റ്റ്ലി ഇല്ല. ഇതെടുത്ത് തലയിലടിച്ചാൽ നമുക്ക് ബോട്ടിൽ പൊട്ടുന്ന മാതിരി പൊട്ടും. നമ്മൾ സാധാരണ ബീർ ബോട്ടിലും പൊട്ടിക്കുന്ന നമ്മൾ സിനിമയിൽ എഫക്റ്റ്. ഇത് ശരിക്കും ഒരു ബോട്ടിൽ മിക്സിങ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടൂല. അത് നമ്മൾ അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതാണ് എല്ലാ പടത്തിലും ഓരോ ആൾക്കാർ അടിക്കും പൊട്ടിക്കുന്ന സാധനം. തൊട്ട പൊട്ടും. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വില്ലൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം, ഇറ്റ്സ് നൺ അതർ ദാൻ സമ്പത്ത് സാർ. അപ്പോൾ ഈ ഫിലിമിലെയും വില്ലൻ സമ്പത്ത് സാർ തന്നെയാണ്. സാറിനെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്, 4 മണിക്ക് സാറിന് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ ബൈറ്റിന് വേണ്ടി കിട്ടി. അപ്പം ആസ് എ വില്ലൻ യു ആർ ഗെറ്റിംഗ് ടു മച്ച് ഇൻവോൾവ് ഇൻ വിത്ത് മാസ്റ്റർ ആൻഡ് ഓൾ. സോ ഹൗ ഇസ് ദ എക്സ്പീരിയൻസ് വിത്ത് മാസ്റ്റർ? மாஃபியா சசி வந்து நான் ஃபஸ்ட் டைம் ஒர்க் பண்ணுறேன் சாரோட. அண்ட் ரொம்ப ஃபாஸ்ட், ரொம்ப ப்ரொஃபஷ்னல் அண்ட் ரொம்ப ஸ்பீடாக எடுக்க ஒரு ஸ்டண்ட் மாஸ்டராக பார்த்துட்ருக்கேன். முக்கியமான விஷயம் என்னென்னா, நல்லா சிரித்து ரொம்ப சந்தோஷமாக ஜாலியாக யாரையும் திட்டாமல். யூஸ்வலாக ஸ்டண்ட் மாஸ்டர்லாம் திட்டிகிட்டே இருப்பாங்க எல்லாரையும். பட் இவர் யாரையும் திட்டாமல் சந்தோஷமாக வாங்கப்பா எடுங்கப்பான்னு சொல்லி ரொம்ப சந்தோஷமாக இருக்காரு. ஸோ ஜாலியாக இருக்குது. ஜாலியாக இருக்குது. സഗറിലിയസ് ജാക്കിയിൽ வந்து ഉങ്ങളുടെ ക്യാരക്ടർ ഞങ്ങൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ സോറി മലയാളമായിപ്പോയി, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര റെക്കഗ്നൈസ് ചെയ്തൊരു ക്യാരക്ടറാണ്. எவ்வளோ ஃபிலிம்ஸ் பண்ணிட்டு மலையாளத்தில்? நான் சாகரிலியஸ் ஜாக்கிக்கு அப்புறம் 2 படம் தான் பண்ணேன். ஏன்னா எனக்கு இப்போ பிரச்சனை என்னென்னா நான் மலையாளம் பேசுறதில்ல. ஸோ அதனால அதனால தான் நான் அதிகமாக படம் பண்ணல. இந்த படம் வந்து ஜெயராம் சார் வந்து ஃபோன் போட்டு சம்பத் நீங்கள் எனக்காக பண்ணி கொடுக்கணுன்னாரு. ஸோ கண்டிப்பாக நான் பண்ணி കൊടുക്കുമെന്ന് சொல்லிட்டு എല്ലാത്തിലും പല പല ജനേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈറ്റിങ്ങിലും കോമഡി ഉണ്ട്, സീരിയസ് ഫൈറ്റ് ഉണ്ട്, ഇത്രയും കൂടി അഡ്വഞ്ചറസ് ഉണ്ട്, ആക്സിഡന്റ് സീൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തമ്മിലുള്ളൊരു? അല്ല, നമുക്ക് ഡയറക്ടർ അതിൻ്റെ ഒരു സീക്വൻസ് പറയും, ഇന്ന് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് കോമഡി ആ കോമഡി ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നത് സീരിയസ് പറയുന്നത് സീരിയസ് വരും. അത് ഫുൾ നമ്മൾ തന്നെയാണോ പ്ലാൻ ചെയ്യുന്നത്? അതെ, ഡയറക്ടേഴ്സ് പറഞ്ഞു തരും. ഇന്നന്ന് സീക്വൻസ് പറയുമ്പോൾ ഡയറക്ടർ അവർ അസോസിയേറ്റ് എല്ലാം കൂടി പ്ലാൻ ചെയ്യും. നമ്മൾ ഒറ്റക്കെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഡയറക്ടർ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്കത് വർക്കൗട്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഫിലിമിലേക്ക് സ്റ്റണ്ടിന് വേണ്ടി മാഫിയ സാറിനെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ബേസ്? ശശിയേട്ടനെ വിളിച്ചതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശശിയേട്ടൻ്റെ നമ്മളൊരു സീക്വൻസ്, ഒരു കഥയുടെ ഒരു സീക്വൻസും ഒരു സിറ്റുവേഷൻസും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് തന്നെ ശശിയേട്ടൻ ചെയ്യും. അപ്പോൾ ഈ പല മാസ്റ്റേഴ്സും നമ്മൾ കഥയിൽ നിന്ന് മാറി വേറൊരു സംഭവത്തിലേക്ക് പോകും. നമ്മൾക്ക് എന്താണോ സിനിമയ്ക്ക് ആവശ്യമുള്ളത് ആ സംഭവം പറഞ്ഞു കൊടുത്താൽ അതിനകത്ത് നിന്ന് ആ സബ്ജക്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ശശിയേട്ടനിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത.
എങ്ങനെയാണ് മാസ്റ്ററായിട്ടുള്ള വർക്കിംഗ് ഒരു ഞാൻ ശശിയേട്ടനായിട്ട് എനിക്ക് വർഷങ്ങൾ 10-18 വർഷമായിട്ടുള്ളൊരു പരിചയമുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് പടത്തിൽ ശശിയേട്ടൻ ഫസ്റ്റാണ്. അപ്പം സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ട വേറൊരു ഇതുണ്ട്. ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസ്റ്ററുടെ ഒരു ഡയറക്ടറുടെ ഒരു റോൾ എന്താണ്? ഫൈറ്റ് ഡയറക്ടർ ഫൈറ്റ് മാസ്റ്റർ റോൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ ഇതാണ് സംഭവം, ഇത്ര മിനിറ്റ് ഇതിനുള്ളതിനകത്തുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഫൈറ്റ് മാസ്റ്ററുടെ ഒരു ഇത്. അപ്പം നമ്മൾ അതിൻ്റെ തന്നെ ടോട്ടൽ അതിൻ്റെ ഒരു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നും ബാക്കി ഒരു ഗ്രാഫ് നമ്മൾക്ക് മാസ്റ്റർ കൊടുക്കും. പിന്നെ ബാക്കി നമ്മൾ മാസ്റ്റർക്ക് ഫ്രീഡം കൊടുക്കും. മാസ്റ്റർക്ക് ഫ്രീഡം കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതെ 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 പ്രീ പ്ലാനിങ്ങിൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ മാസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്നതാണ് സിറ്റുവേഷൻ, ഇതിൻ്റെ ബിഫോർ ഇന്നതാണ്, ഇതിൻ്റെ ആഫ്റ്റർ ഇന്നതാണ്, ഈ ഫൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പുള്ളിയുടെ ഐഡിയാസ് പറയും, നമുക്കിങ്ങനെ ചെയ്യാം, ഇന്ന പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, ഇതും ചെയ്യും. അങ്ങനെ കൂട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസ്റ്റർ ഏൽപ്പിക്കും. ഇന്നിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാർ ഒരു ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്, കാരണം ഫുൾ എന്താ പറയുക മാസ്റ്ററാണ്. ആ ഒരു ഫൈറ്റ് മാസ്റ്റർ വരുന്ന സമയത്ത് മാത്രമാണ് ഡയറക്ടർക്ക് ഒരു ഇത്തിരി റിലാക്സ് ചെയ്യാൻ. നമ്മളിവിടെ പാരലായിട്ട് ഒരു യൂണിറ്റ് നടക്കുന്നതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു റിലാക്സേഷൻ പാരലായിട്ട് വേറെ ഷൂട്ട് നടക്കും. അപ്പം ഏതായാലും താങ്ക് യു സോ മച്ച് സാർ. നമ്മൾ ഇന്ന് മാസ്റ്ററുടെ കൂടെ കൂടിയേക്കാണ് ഇന്നത്തെ ഒരു ദിവസം മൊത്തം. താങ്ക് യു സോ മച്ച്. കൂടുതലും ഈ നായികമാരുടെയും കൂടി ഫൈറ്റ് അവരും എല്ലാത്തിനും ബിലീഫ് അനന്യ അവരെല്ലാവരും റെഡി ആയിട്ട് വരാണ്. ഗ്രൂപ്പില്ലാണ്ട് ചെയ്തോളാം അവരുടെയൊക്കെ ചെയ്യും. അവര് നമുക്ക് ലേഡീസ് ആദ്യം ടെൻഷൻ ഉണ്ടാവും, പിന്നെ അവര് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലേഡീസ് ഡാൻസിനും പഠിച്ചുകൊണ്ട് അവർക്ക് മെമ്മറി പവർ മാറ്റണം. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അവർക്ക് അങ്ങനെ കണ്ട് നോക്കുമ്പോൾ നമുക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വിജയശാന്തി, വാണി വിശ്വനാഥ്, ആക്ഷനിൽ വരുന്നത്. പിന്നെ ആനിയെല്ലാം ഫസ്റ്റ് ഫൈറ്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഓരോ ലേഡീസ് ഇപ്പം അധികം ഇപ്പം നമുക്ക് ലേഡീസിനൊക്കെ ആക്സിഡന്റ് ഇപ്പോഴത്തെ സീക്വൻസ് വരുന്ന ആക്സിഡന്റ്. അപ്പോൾ അവരെ കൂട്ട് തന്നെ ഇതേമാതിരി കാറിൽ മേലെ കൂടിയെല്ലാം പോകുന്നത്, മുകളിൽ പോകുന്നു, അവർ ഇടിച്ച് അവർ പറക്കുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ലേഡീസിന്റെ ഒറിജിനൽ ചെയ്യുന്നു. ഞാൻ നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, നമ്മൾ ആർട്ടിസ്റ്റുകൾ ആക്ഷൻ ചെയ്യുമ്പോൾ മാസ്റ്റർ അവിടെ നിന്ന് സ്പെഷ്യൽ എഫക്ട്സാ അതെങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്യാപ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അടിക്കുമ്പോണ്ടല്ലോ ആ പഞ്ച് സൗണ്ട് ഇടുമ്പോൾ നമുക്കത് അറിയാം, ഒരു കൊണ്ടമാരി ഉണ്ടാവും. അപ്പോൾ ആ സൗണ്ടിൽ നമ്മൾ നോക്കും. അപ്പൊ അതാണ് അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ഈ ഇടി വീണേന്റെ സൗണ്ട് ആണോ? അല്ല, നോക്കുമ്പോ മാസ്റ്റർ അവിടെ നിന്ന് മൈക്കിൽ പറയാം. ഈ സ്റ്റൺസിന് എങ്ങനെ ഇപ്പൊ ലേഡീസ് ഒരുപാട് വരുന്നുണ്ട്? ലേഡീസ് എല്ലാം ചെയ്യും. അവർക്ക് എന്താ പറയുക ഡാൻസ് എല്ലാം അവർ പഠിച്ച് നിൽക്കുമ്പോൾ അവർ ബോഡി മൂവ്മെന്റ് എല്ലാം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവും ലേഡീസ് എന്ന് പറയുമ്പോൾ. ജെൻസിനമാര് ഹാർഡായിരിക്കില്ല. അപ്പം അവരെ വെച്ച് നമുക്ക് മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നമാരെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം പേടിയുണ്ടാവും, നമ്മൾ കാണിച്ച് പറഞ്ഞു കൊടുത്താൽ അവരതൊരു ക്യാപ്ചർ ചെയ്യുന്ന പവറാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് വരുന്ന പ്രോപ്പർ ഗൈഡൻസ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു യങ് ജനറേഷൻ സൈഡിൽ കൂടെ അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മാസ്റ്റർ കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? അവർ ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും ചെയ്യൂല എന്ന് പറയുന്നില്ല. എന്നാൽ കൂടി ഒരു 5-6 ടേക്കെല്ലാം കഴിയുമ്പോൾ അവർ ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി റിസ്ക് ഫാക്ടർ ഒക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം നമുക്ക് എടുത്തോണ്ട് നമ്മൾ ഒരു ഹെവി കൊടുക്കൂല, ചെറുങ്ങനെ ചെയ്ത് അങ്ങനെ പവർ കൊടുക്കും. അപ്പോൾ എടുത്തോണ്ട് ആദ്യം തന്നെ ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ അവർ പേടിച്ചു പോവാം. അപ്പോൾ അത് നമുക്ക് സ്ലോയിൽ അത് ഒരു നാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം. Hope you all enjoyed the drive with our fight master. അപ്പോൾ നമ്മൾ ഏതായാലും സെറ്റിൽ വീണ്ടും തിരിച്ചെത്തി. അടുത്ത ഷൂട്ടിനുള്ള സീക്വൻസിനുള്ള പ്രോപ്പർട്ടീസും എല്ലാം വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ തിരിച്ചുള്ള യാത്ര ഇവിടെ തുടങ്ങി. മാസ്റ്ററുടെ ഇത്രയും ഈ ഒരു ലോങ് ജേർണിയിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ഏതാ?
ഈ സ്റ്റണ്ട് മാസ്റ്റർ എന്നുള്ളൊരു ലേബല്? എല്ലാം ഓരോ രീതിയിൽ ഓരോ രീതിയിൽ പോകുന്നില്ല. ഓരോ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഓരോരോ സ്റ്റൈലായിരിക്കും ഓരോരുത്തർക്ക്. ഭയങ്കര റിസ്ക് കൂടുതലുള്ളൊരു ജോബല്ല. അപ്പം മാസ്റ്ററുടെ ഓർമ്മയിലുള്ളൊരു എന്താ പറയുക, പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഒരു ആക്സിഡന്റോ? ആക്സിഡൻ്റെല്ലാം ആയിട്ടുണ്ട്. ഞങ്ങളൊരു 3 കൊല്ലം മുമ്പ് കുട്ടിക്കാനത്ത് ഒരു ഹിന്ദി പടത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഹിന്ദി. അപ്പം അത് കഴിഞ്ഞിട്ട് രാത്രി പൃഥ്വിരാജിൻ്റെ ഒരു പടം ട്രിവാൻഡ്രം, കുട്ടിക്കാനം ട്രിവാൻഡ്രം ട്രിപ്പ് അടിച്ചുകൊണ്ട്. അപ്പം ഒരു ദിവസം ഹിന്ദി പടത്തിന് രാവിലെ വന്നേരം അവിടെ ഷൂട്ടിങ്ങിന് ഭയങ്കര പ്രശ്നങ്ങൾ, ജനറേറ്റർ റിപ്പയർ എല്ലാം റിപ്പയർ ആയതുകൊണ്ട് ഞാൻ ഉച്ചക്ക് തന്നെ തിരുവനന്തപുരം പോകാനോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഞായറാഴ്ച പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ലോറി അവിടെ നിന്ന് സ്ട്രെയിറ്റായി വരും. ഞങ്ങൾ കാറിൽ ഇരുന്ന് കാണുന്നത്. അപ്പം അവിടെ നോക്കുമ്പോൾ ഒരു ഓട്ടോക്കാരനെ ലോറി ഇടിച്ച് ഓട്ടോ ഇങ്ങനെ മറിഞ്ഞ് ഒരു കുഴിയിലേക്ക് വീണു. ഞങ്ങളടുത്ത് നേരെ ലോറി വരുന്നു. ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു, വണ്ടി നിർത്തി ആ സൈഡിൽ കൊണ്ട് ഇടിച്ചു. ഞങ്ങൾ നിർത്തിയ വണ്ടിയിൽ ആ സൈഡിൽ കൊണ്ട് ഇടിച്ച ഉടനെ ഒന്നിക്ക് ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന കൈ ബാനറ്റിൽ കൊണ്ടോ അല്ല കണ്ണാടിയിൽ കൊണ്ടോ അറിയില്ല. നാട്ടിൽ ഞങ്ങൾ കൂടെയുള്ള ഫൈറ്റേഴ്സ് എല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ലോറിക്കാരനെ പിടിച്ച് അടിക്കാൻ പോയി. ഞാനിങ്ങനെ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ കൈ എന്തോ ലൂസായിരുന്നു. കൈ ഇതാകുന്നില്ല, അങ്ങനെ പോയുള്ള കൈ അങ്ങനെ പിന്നെ പൊക്കാൻ പറ്റില്ല. നോക്കുമ്പോൾ കൈ ആസ്പത്രി നോക്കി കൈ കൂടെ പൊട്ടി. ഇടിച്ച ഇടിയിൽ പക്ഷെ ഭയങ്കര ആക്സിഡന്റ് ഒന്നുമല്ല. ഈ വണ്ടി ഇടിച്ച ഇതിൽ എൻ്റെ കൈ സീറ്റിൽ വെച്ച് ഇങ്ങോട്ട് ബാക്കിലായതുകൊണ്ട് കൈ പൊട്ടി. അപ്പം തന്നെ ഷൂട്ട് പിന്നെ പെട്ടെന്ന് അവർ വിചാരിച്ചു ഞാൻ വെറുതെ പറയുന്ന ആക്സിഡൻ്റ് ആയി, ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു വിടും നാളെ വരണേ, ഞങ്ങൾ വരാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഇല്ല വന്ന് ഞങ്ങൾക്ക് രാവിലെ ഷൂട്ടിങ് രാത്രി എത്തിക്കോളാമെല്ലാം പറഞ്ഞു. ഇത് കറക്റ്റ് അതേമാതിരി ചോദിച്ച മാതിരി അങ്ങനെ ആയി. അവർ പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റിലും പോയി അവർ പറഞ്ഞേരാ അവർ വിശ്വസിച്ചു. മദ്രാസ് പോയി ഒരാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച റെസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഷൂട്ടിങ് തന്നെ, പിന്നെ വീണ്ടും ഷൂട്ടിങ് തന്നെ. മോർണിംഗ് 6:30 തുടങ്ങിയ നമ്മുടെ ജേർണിയാണ്. ഇപ്പോൾ സമയം 6:45 PM. എന്താ പറയുക, ഒരു ദിവസം പോയത് അറിഞ്ഞില്ല അല്ലേ സെറ്റിൽ. ശരിക്കും ഒരു ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. ഫുൾ ഫൈറ്റിന് വേണ്ടിയുള്ള. മാസ്റ്റർ ആണെങ്കിൽ ഫൈറ്റൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ക്ഷീണിച്ചു. ഞാനാണെങ്കിൽ ക്രെയിനിലൊക്കെ കയറി ഇതൊക്കെ കണ്ട് ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ ഏതായാലും ഈവനിങ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. മാസ്റ്ററുടെ ഏറ്റവും വലിയൊരു ആംബിഷൻ എന്താണ്? ഏറ്റവും വലിയ ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക, നമുക്കൊരു ടോപ്പ് ലെവൽ ഉണ്ടാവുമല്ലോ, അതെന്താണ്? ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയാൽ മതി. മാസ്റ്ററുടെ ഏറ്റവും ഫേവറേറ്റ് ഹോളിവുഡ് ആക്ഷൻ ഹീറോ ആണ്? ഹോളിവുഡിലല്ല, അക്ഷയ് കുമാർ, പിന്നെ സൽമാൻ ഖാൻ. ഹോളിവുഡിൽ ജാക്കി ചാൻ, ജെറ്റ്ലിൻ്റെ പിന്നെ ഒരു സീസണിൽ വാൻഡം ഉണ്ടായിരുന്നു. വാൻഡത്തിൻ്റെ അന്നേരം ജെറ്റ്ലിയും വാൻഡം ജാക്കി ചാൻ ഫേമസ് ആയിരുന്നു. പിന്നെ ഇപ്പം ടോണി ജാൻ്റെ ആക്ഷൻ അത് വേറെ സ്റ്റൈലാണ്. അങ്ങനെ ഓരോരുത്തർ പോകുന്നതിന് അതിനനുസരിച്ച് അവരോട് ഇഷ്ടപ്പെടും. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം ഇത്രയും? നമ്മൾ മാക്സിമം ഈ പടങ്ങളിലും കാണും. ഹോളിവുഡ് പടങ്ങൾ, എല്ലാ പടങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗെയിംസ് വേണ്ട, അങ്ങനെ ഒരു പടം കണ്ടാൽ മതി. എല്ലാ പടങ്ങളും കാണാണ്ട് വെറുതെ ഇരുന്ന് നമുക്കൊന്നും വരില്ല. പ്രത്യേകിച്ച് മാസ്റ്ററെ പോലുള്ള ഒരാള് ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം, ഓടി നടന്ന് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കോഫിയും നല്ലൊരു സ്നാക്കും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം 7:30 ആയി. ആൻഡ് ഇറ്റ്സ് ടൈം ടു താങ്ക് അവർ ഡിയർ മാസ്റ്റർ. കാരണം ഇത്രയും ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു ഇന്നത്തെ ദിവസം. പക്ഷേ അതിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ശരിക്കും നമുക്ക് നല്ലൊരു അടിപൊളി ദിവസമാണ് മാസ്റ്റർ സമ്മാനിച്ചത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് മാസ്റ്റർ? എന്ത് പറയാ, മാസ്റ്ററുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മൊത്തം അവർ കണ്ടു പറഞ്ഞു കഴിഞ്ഞല്ലേ. എന്താണ് എല്ലാം ഇത്രയും കൊല്ലം എന്നെ ഈ ഫീൽഡിൽ നിർത്തിയമാതിരി എന്നും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫീൽഡിൽ ഇതാ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളാണ് ഏറ്റവും ലക്കി. കാരണം
ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ്, ഫിലിം ഫീൽഡിൽ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തു. വി ആർ റിയലി ബ്ലെസ്ഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. നമുക്കൊരു സെൽഫി എടുത്തിട്ട് വരിക, അതല്ലേ അതിൻ്റെ ഒരു രീതി. Hope you all enjoyed this adventurous, beautiful day. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എന്താ പറയുക, മാസ്റ്ററുടെ കൂടെ ഇതെല്ലാം ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് ഭയങ്കര ത്രില്ലോട് കൂടിയാണ് ഞാൻ ഇന്ന് തിരിച്ച് തെങ്കാശിയോട് വിട പറയുന്നത്. പക്ഷേ വിട പറയുന്നതിന് മുൻപ് ഇവിടെ ഒരുപാടൊന്നും ഷോപ്പ് ചെയ്യാനില്ലെങ്കിലും കൊച്ചു ഷോപ്പിങ്സ് ഒക്കെ ഇവിടെ നടത്താനുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി തെങ്കാശിയിൽ വന്നതിൻ്റെ ഓർമ്മയൊക്കെ ഒന്ന് എന്താ പറയുക ശേഖരിച്ച് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്ര പറയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു താരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ദിസ് ഈസ് മീ മീനാക്ഷി സൈനിങ് ഓഫ്.